അതിലിപ്പോൾ എല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമാണല്ലോ. കാരണം പാനൂരിൽ ബോംബ് നിർമ്മാണം നടന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും CPM വ്യക്തമായൊരു വിശദീകരണം ആ കാര്യത്തെ സംബന്ധിച്ച് നൽകിയിട്ടില്ല. CPM നേതൃത്വത്തിൻ്റെ അറിവോടും അവരുടെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലബാർ മേഖലയിൽ നടക്കുന്നത്. അന്ന് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയതിനെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മനുഷ്യസഹജമായിട്ടുള്ള കാര്യമല്ലേ. ഒരാൾ മരിക്കുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്നു. അപ്പോൾ രക്തസാക്ഷി മണ്ഡപം പണിയുമ്പോൾ കുറേ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നു. ഇതാണ് CPMൻ്റെ പൊതുശൈലി, പൊതുരീതി. അത് നല്ലതുപോലെ അതിൻ്റെയൊക്കെ പ്രതികരണം തീർച്ചയായിട്ടും വടകര തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നു. ഈ അക്രമോത്സുക രാഷ്ട്രീയത്തിനും അത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, അതാണ് ഏറ്റവും വലിയ വിചിത്രം. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു, അവരുടെ പാർട്ടി പ്രവർത്തകർ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സംസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഈ പോലീസ് സംവിധാനവും ഭരണ സംവിധാനവും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലും തെരഞ്ഞെടുപ്പിനെ അക്രമോത്സുകമാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ പരിണത ഫലമായിട്ട് തന്നെയാണ് ആ വടകരയിലൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച ബോംബ് തന്നെയാണ് പൊട്ടിത്തെറിച്ച് ഒരു പാർട്ടി സഖാവ് തന്നെ മരിക്കുന്ന സ്ഥിതി വന്നത്. അപ്പം ഈ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. രക്തസാക്ഷി മണ്ഡപം പണിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനപ്പുറമുള്ളൊരു തെളിവ് വേണ്ടല്ലോ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുതന്നെയാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.